റിലേഷൻഷിപ്പ് പോലും ഉണ്ടായിരുന്നോ? 5 years മുന്നേ ഒരു 10 years relationship. ബ്രേക്കപ്പ് ആയല്ലോ. 5 years റിലേഷൻഷിപ്പ്. നമ്മള് 2ാം ക്ലാസ്സിൽ. പിന്നെ 3 months മുന്നേ എനിക്കൊരു നാനോഷിപ്പ് ഉണ്ടായിരുന്നു. ഓ ടാറ്റയുടെ ട്രാഫിക്കിലൊക്കെ അത് ബെസ്റ്റ് ആയിരിക്കും. പക്ഷെ എങ്ങനെ മൈലേജ് കിട്ടൂ? മൈലേജോ? അതല്ല, നാനോഷിപ്പ്. കമ്മിറ്റ്മെന്റ് ഇല്ലാത്തൊരു ന്യൂജൻ. ഞാനും പ്രോഗ്രസീവാ, അതുകൊണ്ട് കുഴപ്പമില്ല. 2 years ആയിട്ട് ഞാൻ പോളിയാമറിയിലാണ്. അതെവിടെ? യൂറോപ്പിലോ? എന്റെ 2 ഫ്രണ്ട്സ് ഉണ്ട്. അവൻ എവിടെയാണ്? ബെൽജിയം. സ്ഥലമല്ല, പോളിയാമറി. ഒരേ സമയത്ത് രണ്ടുപേരുമായിട്ട്. എന്താണ് അത് തന്നെ. അപ്പൊ നമ്മളിപ്പോ എന്താ? നമ്മളിപ്പോ സോഫ്റ്റ് ലോഞ്ചിങ്ങിലല്ലേ. അപ്പൊ ഇപ്പൊ റിലേഷൻ ഒന്നും ഇല്ല? എനിക്കെന്താ വട്ടുണ്ടോ? അപ്പൊ പിന്നെ അവർ തന്നെ ജസ്റ്റ് ഓർബിറ്റിംഗ് ചെയ്യുന്നുണ്ട്. അവൻ നാസിലാണോ? ഓർബിറ്റിംഗ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തത്. അപ്പൊ സിംഗിൾ ആണ് ഇപ്പൊ? യെസ് ഓഫ് കോഴ്സ്. പിന്നെ അർജുനുമായിട്ടൊരു ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ്. ഓ, ഈ അസൈൻമെന്റ് ഒക്കെ എഴുതി കൊടുക്കുന്ന എനിക്കുണ്ടായിരുന്നു ഐശ്വര്യ. എപ്പോഴും സിൽക്ക്. അതല്ല, ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് വിത്ത് ഹിം ഓൾസോ. ദൈവമേ, എന്തൊക്കെ നടക്കുന്ന നാട്. ഹലോ, ലോങ് ഡിസ്റ്റൻസ് ഒന്നും പറ്റില്ല. ദുബൈയിൽ ഓൾറെഡി അപ്രൂവ് ആണ്. ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ? പിന്നെ രാഹുലുമായിട്ടൊരു സിറ്റുവേഷൻഷിപ്പ്. അല്ല, തനിക്കെന്താ വേണ്ട? ഞാനിങ്ങനെ 2 പേര് കാണുന്നു, കണ്ണും ഉടക്കുന്നു. ഈ വയറ്റില് ബട്ടർഫ്ലൈസ്, പിന്നെ പ്രേമം, കല്യാണം, കുട്ടികൾ, ഫോറെവർ. ഞാൻ വിചാരിച്ചത് പുരാണത്തിലുള്ളതാണെന്ന്. ഇതിപ്പോഴും നടക്കുന്നുണ്ട്. ഹലോ അളിയ, എന്തൊക്കെയാ ഷിപ്പിനെ പറ്റി പറയുന്നതാ? എടാ, നമുക്ക് ബെഞ്ചിങ് ചെയ്യാം. ബെഞ്ചിങ്. ഞാൻ ഓഫീസിൽ പോകുമ്പോ പഞ്ചിങ് ചേച്ചി. എടാ പൊട്ട, പഞ്ചിങ് അല്ല, ബെഞ്ചിങ്. വേണമെങ്കിൽ ബ്രെഡ് ക്രംസ് ഇക്കാനാ. ഈടെ ഇത് എന്തൊക്കെ വേടനാടേ. എന്റെ അമ്മോ, ബെഞ്ചിങ് എന്തോ ഇതൊക്കെ. എന്റെ അമ്പോ, ന്യൂജനിലെ ഇത്രയും വെറൈറ്റീസ് ഉണ്ടായിരുന്നോ? എന്റെ അമ്പോ. എന്താ പ്രശ്നം? 2 ദിവസമായിട്ട് ഭയങ്കര നെഞ്ചുവേദന. സിസ്റ്റർ, ആ 10 ഇഞ്ച് നീളമുള്ള സൂചി കൊണ്ടുവരുമോ? ഇത്രയും വലിയ സൂചി എന്തിനാ? അയോധ്യക്കല്ല, അപ്പുറത്തെ വെറ്റിനറി ഹോസ്പിറ്റലിലെ കാളയ്ക്ക് കുത്താൻ കൊടുക്കാനാ. പേടിക്കണ്ട, നിനക്കത് പോരല്ലോ. എന്തോ ഒരു സാധനം ടപ്പേന്നിരിക്കണ്ടല്ലോ. നിനക്ക് ഹേർട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ദിവസമായിട്ട് ഉറക്കവും കിട്ടുന്നില്ല. കർമ്മ അല്ല, ഷവർമ പോലുള്ള ഫാസ്റ്റ് ഫുഡ് മാക്സിമം ഒഴിവാക്കാം. റിപ്പോർട്ടിൽ ഷുഗർ ഇച്ചിരി കൂടുതലാട്ടോ. പഞ്ചാരയുടെ ഇച്ചിരി കുറച്ചാ തീരാവുന്നതേ ഉള്ളൂ. ഈ എക്സ്റേയിൽ കയ്യിൽ ഒടിവുണ്ടല്ലോ. ആരടിച്ചടിച്ചു? നെഞ്ചുവേദന വരാനായിട്ട് ഒന്ന് തിരിഞ്ഞിരുന്നേ. എന്തൊരാശ്വാസം. ഇനി നേരെ ഇരുന്നു. അല്ല, ഇത് എന്തിനുള്ള മരുന്ന്? പേടിക്കണ്ട, കൊല്ലാനുള്ള മരുന്നൊന്നും ഞാൻ എഴുതിയിട്ടില്ല. പിന്നെ നിനക്ക് വേണമെങ്കിൽ വേറൊരു ഡോക്ടറെ കാണിച്ചോ. അല്ലെങ്കിലും എന്നെക്കാൾ നല്ല ഡോക്ടറെ നിനക്ക് കിട്ടും. നൈസായിട്ട് അതിന്റെ കൂടെ ഒരു പ്രതികാരവും ചെയ്ത്. അടിപൊളി.